ഈർപ്പം കൂടാതെ നന്നായി ഉണക്കിപ്പൊടിച്ച് ചാക്കുകളിലാക്കി ഇവിടെ നിന്നും വിൽക്കുന്നുണ്ട്. അന്നാസ് ഫാമിലെ ഡയറി ഫാമിന് ശേഷം ഞങ്ങളുടെ മെയിൻ ഇത് ആട് വളർത്തലാണ്. ഇപ്പോൾ 85ഓളം ആടുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊരു ഏരിയ തിരിച്ചു കൊടുത്തിട്ടാണ് അവരെ ഫ്രീ ആയിട്ട് അഴിച്ചു വിട്ടിട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. അതുപോലെ കൂട് ചെയ്തിരിക്കുന്നതാണെങ്കിലും 5.5 അടി ഹൈറ്റിലാണ്. അതിൻ്റെ അടിയിൽ പനയുടെയും കവുങ്ങിൻ്റെയും മരം ആണ് അടിയിൽ തട്ടായിട്ടിട്ടിരിക്കുന്നത്. ആടുകൾ അങ്ങനെയാണ് ഹൈറ്റിൽ നിൽക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുക. അതുപോലെ ഇത്ര ഹൈറ്റിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അടിയിൽ നമുക്ക് ആട്ടുംകാട്ടം എല്ലാം ശേഖരിക്കാൻ സാധിക്കണം. അത് ഒത്തിരി ഡിമാൻഡുള്ള ഒരു മാന്യൂറാണ്. ഇവിടെ ആടുകൾ കുഞ്ഞുങ്ങളെ വിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 24 മാസം കൊണ്ട് 3 പ്രസവം, അതായത് ഒരു ആടിൽ നിന്ന് ഒരു പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങൾ. അപ്പോൾ 1 വർഷം കൊണ്ട് ഒരാടിൽ നിന്ന് 1.5 കുഞ്ഞ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ അത് നല്ലൊരു വരുമാന മാർഗമായിട്ടാണ്. പിന്നെ ഇവിടുത്തെ ആടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യസംസ്ഥാനക്കാരല്ല, നമ്മുടെ കേരളത്തിൻ്റെ തനതായ ജനസുകൾ, മലബാറി ആടുകളാണ് മെയിനായിട്ട്. പിന്നെ നാടൻ ആടുകളുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊരു ജനസൊന്നും നോക്കാറില്ല. വളരെ സേഫായിട്ട് ചെയ്യാവുന്ന, ആർക്കും ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ്. കൃത്യമായിട്ട് നമുക്ക് തീറ്റ കൊടുക്കണ്ട, കുളിപ്പിക്കണ്ട, കറക്കണ്ട. ഞങ്ങൾ പാല് പുറത്ത് കൊടുക്കാറില്ല, കുഞ്ഞുങ്ങൾക്ക് തന്നെ കുടിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ വളർച്ച വളരെ ത്വരിതഗതിയിലാണ്. അപ്പോൾ 2-2.5 മാസം കൊണ്ട് 8 മുതൽ 10 കിലോ തൂക്കം കുഞ്ഞുങ്ങൾ വയ്ക്കും. അപ്പോൾ ഒരുപാട് പേര് കുഞ്ഞുങ്ങളെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ഡിസംബർ വരേക്കും ആട്ടുംകാഷ്ടം ബുക്കിംഗ് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ളൊരവസ്ഥ. കോഴി വളർത്തൽ രംഗത്തും അഗ്രഗണ്യനത്രേ സെബി പഴയാറ്റിൽ. BU380, ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി, കരിങ്കോഴി, ഗിരിരാജ, ഐശ്വര്യ, ഇങ്ങനെ വിവിധ ഇനം കോഴികൾ. ഏത് സൗന്ദര്യ മത്സരത്തിലും റാണിപ്പട്ടം ചൂടാൻ തയ്യാറായി ഓരോ കോഴിയും സെബി ഫാമിൻ്റെ വൃത്തിയും ശുദ്ധിയും പ്രതിഫലിപ്പിച്ച് വിലസുന്നു ഇവിടെ. ഓലയും പനമ്പട്ടയും മേഞ്ഞ കോഴിക്കൂരകൾ. കൂടുകൾക്ക് താഴെ കോഴിക്കാഷ്ടം സംഭരിക്കാൻ പ്രത്യേക സംവിധാനം, വെള്ളം കുടിക്കാനും പ്രത്യേക സംവിധാനം, യഥാസമയം ഭക്ഷണം. മുട്ടക്കോഴി കിലോ 180 രൂപ, മുട്ട ഒന്നിന് 5 രൂപ. കോഴി വളർത്തലിലും കുറഞ്ഞ അധ്വാനം, കൂടുതൽ ആദായം, അധികമായ ശ്രദ്ധയും വേണ്ട. ബോബൻ MP ആണ് ഫാം മാനേജർ. താറാവുകൾക്ക് നീന്തി കുളിക്കാൻ നല്ലൊരു മഴവെള്ള സംഭരണിയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കുളത്തിലെ വെള്ളത്തിൽ നോക്കി മേനി മിനുക്കുന്ന വാത്തയെയും കണ്ടങ്ങനെ നിന്നാൽ സമയമങ്ങു പോകും. തല ഉയർത്തിപ്പിടിച്ച് ആരെയും കൂസാതെ നിൽക്കുന്ന ഏമുക്കളെ കാണണ്ടേ? ഈ ഫാമിൽ കുറേ ഏമുക്കളെ വളർത്താൻ അധികം പ്രയത്നമൊന്നും വേണ്ടല്ലോ. ജലവും ഭക്ഷണവും ശുദ്ധമായിരിക്കണമെന്നേ ഉള്ളൂ. അന്നാസ് സ്വിസ് ഫാമിൽ അക്കാര്യം നിഷ്ഠയാണ് താനും. എമു ഇറച്ചിക്ക് കിലോയ്ക്ക് 250 രൂപയാണ് ഇപ്പോൾ വില. ഇത് ഗിനിപ്പന്നി. ഈ ഫാമിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് കണ്ടെത്തി അതെല്ലാം പ്രാവർത്തികമാക്കുന്നു എന്നതിലാണ് സെബി പഴയാറ്റിൽ മറ്റുള്ളവരിൽ നിന്നും ഭിന്നനാകുന്നത്. അന്നാസ് സ്വിസ് ഫാമിലെ മത്സ്യക്കുളങ്ങളിൽ മത്സ്യത്തെ തീറ്റുന്നത് കൊച്ചു ബിൽട്ടന് ആനന്ദദായകം. ആസാം വാള, ഗ്രാസ് കാർപ്പ്, കട്ല, രോഹു, നട്ടർ, സൈപ്പർനസ്, ഗിഫ്റ്റ് തിലോപ്പിയ, ഇങ്ങനെ വിവിധ ഇനം ശുദ്ധജല വളർത്തു മത്സ്യങ്ങൾ. ടാങ്കുകൾക്ക് ചുറ്റും ഓർക്കിഡ് കൃഷിക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. സെബിക്ക് നല്ലൊരു പച്ചക്കറി കൃഷിയുമുണ്ട്, തികച്ചും നാടൻ പച്ചക്കറി. ഫാം പ്രവർത്തനങ്ങളിൽ ഊർജവും ഉന്മേഷവുമായി
സെബിയുടെ ഭാര്യ മിനി സെബിയുടെ കർമ്മധീരവും നിസ്സീമവുമായ സഹവർത്തിത്വം പ്രശംസാതീതം. വിവിധ അംഗീകാരങ്ങളും ഈ ഫാമിനെ തേടി വന്നിട്ടുണ്ട്. സ്വന്തം മണ്ണിൽ സ്വന്തം ആവശ്യത്തിന് മായമില്ലാത്ത ശുചിത്വമുള്ള ഭക്ഷണം, അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് നൽകി ജീവിതാവശ്യത്തിനുള്ള വരുമാനവും ഉണ്ടാക്കുക. വെളിച്ചം കയ്യിലുള്ളവൻ എവിടെയും വെളിച്ചം മാത്രം ചൊരിയുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ അഷ്ടമിച്ചിറ കോൾക്കുന്നിൽ സെബി പഴയാറ്റിലിൻ്റെ അന്നാസ് സ്വിസ് ഫാം. ഫോൺ 9605900838.